Hello kutees, welcome back to Salem Learning. It's me Anurakna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, നമ്മളുടെ പാരലൽ ലൈൻസിലെ സമാന്തര വരകൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ്. എന്നാലും നിങ്ങളുടെ എക്സാം ബേസ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടാണ് അധിക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരുന്നത്. ഈ ട്രയാങ്കിൾ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ പഠിക്കാനുണ്ടായിരുന്നില്ല. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അവിടെ നിന്നാണ് കൂടുതൽ കാര്യങ്ങളും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിന് ചോദിക്കുന്ന തരം ചോദ്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കൂടെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം പഠിച്ചൊരു കാര്യമാണ് ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്. ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ട് അല്ലേ, 3 കോണുകളുണ്ട്. ആ 3 കോണുകൾ എന്ന് പറഞ്ഞാൽ ഈ 3 കോണുകളും കൂടെ കൂട്ടിയാൽ അല്ലേ, ഇത് നോക്കിക്കേ, ഒരു കോണിതാ ഇത് അല്ലേ, 1 2 3, ഈ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് വരിക? യെസ്, നമ്മൾ പഠിച്ച കാര്യമാണ്. അത് 180 ഡിഗ്രി ആണ് വരിക അല്ലേ, 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇതേ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ ഏതൊരു ട്രയാങ്കിൾ കേട്ടോ, ഇപ്പോൾ ട്രയാങ്കിൾ ഈ രീതി തന്നെ ആവണമെന്നില്ല. ശരിക്കും ഇതാ ഇങ്ങനെ ആവാം ട്രയാങ്കിൾ, ഇല്ലെങ്കിലോ ഈ രീതിയിലാണ് ട്രയാങ്കിൾ എങ്കിലും എന്താണ്, ഏത് രീതി ആയിക്കോട്ടെ, ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ കൂട്ടി നോക്കിയാൽ എത്രയേ വരുള്ളൂ എടാ, 180 ഡിഗ്രി ആണ് ടോട്ടൽ ആംഗിൾ വരുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റെ കൂടെ ഇരുന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേഗം വായിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് ചോദ്യം? ഒരു മട്ട ത്രികോണത്തിൻ്റെ ഒരു കോൺ 40 ഡിഗ്രിയിലെ 40 ഡിഗ്രി ആണ്. മട്ടമല്ലാത്ത മറ്റേ കോൺ എത്ര ഡിഗ്രി ആണ് എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. റൈറ്റ് ആംഗിൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? അതിൻ്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അത് നമുക്കറിയാം. എന്നിട്ടോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെന്ന്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ 3ാമത്തെ ആംഗിളാണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയുന്ന കാര്യമാണ്. ടോട്ടൽ ആയിട്ടുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. എന്ന് പറഞ്ഞാൽ ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ കൂട്ടി നോക്കിയാൽ 180 കിട്ടണം. അതിൽ 2 ആൾക്കാർ നമുക്ക് തന്നില്ലേടാ. ഇനി എന്ത് ചെയ്താൽ മതി? 3ാമത്തേത് കിട്ടാൻ ഈ 90യും 40യും കൂടെ ആഡ് ചെയ്തിട്ട് ഈ 180 ടോട്ടലിൽ നിന്ന് കുറച്ച് നോക്കിയാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 90യും 40യും കൂടെ ആഡ് ചെയ്ത് നോക്കണം. അപ്പം 90 + 40 എത്ര വരുമെടാ? 130 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ 130 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ ആഡ് ചെയ്തതാ. അപ്പോൾ ഇതാ 130നോട് എത്ര ആഡ് ചെയ്താൽ, എത്ര കൂട്ടിയാൽ 180 കിട്ടും എന്ന് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ 180യിൽ നിന്നും 130 കുറച്ച് നോക്കിയാൽ മതി അല്ലേ. എത്ര വരും നിങ്ങൾക്ക്? 50 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാകും, 50 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് നമുക്ക് 3ാമത്തെ ആംഗിൾ കുഞ്ഞ് ആംഗിൾ ആണല്ലേ. മട്ടമല്ലാത്ത കോൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആണോ? അത് 90 ഡിഗ്രി ആണോ? അല്ല. അപ്പോൾ ഇത് എത്രയാണ് വന്നത്? 50 ഡിഗ്രി എന്നാണ് കിട്ടുക. നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. പക്ഷെ അടുത്ത ചോദ്യം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്നൊരു തരം ക്വസ്റ്റ്യനാണ്. പക്ഷെ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ചാൽ എൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. നോക്കിക്കേ, എന്താണ് ചോദ്യം? ആൻ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 72 ഡിഗ്രി. ഒരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആംഗിൾ 72 ഡിഗ്രി ആണ്. ചോദിച്ച ചോദ്യം എന്താ? ദ അതർ 2 ആംഗിൾ ഹാവ് സെയിം മെഷർ. ഈ ബാക്കി 2 ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആണ്. അളവുകൾ ഒരേ അളവാണ്, ഒരേ ഡിഗ്രി ആണ്. എന്നാൽ ആ 2 ആംഗിൾസും എത്രയാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിളാണേ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? യെസ്, ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് അറിയാം നമുക്ക്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രി ആണ്. ഓക്കെ, അതെനിക്കറിയാം. അതിൽ ഒരു ആംഗിൾ 72 ആണെന്ന് തന്നിട്ടുമുണ്ട് ഇല്ലേടാ. ഒരു ആംഗിൾ 72 ആണ്. അപ്പോൾ ബാക്കി 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 180യിൽ നിന്ന് നമ്മൾ ഈ 72 കുറച്ച് നോക്കിയാൽ മതി അല്ലേ, മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 180യിൽ നിന്ന് നിങ്ങൾ ഈ 72 ഡിഗ്രി കുറച്ച് നോക്കിയാൽ, സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് വരിക? എത്ര വരും?
നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ടാവും? 108 എന്ന് വന്നിട്ടുണ്ടാവും ഇല്ലേടാ? 108 അല്ലേ? 108 ഡിഗ്രി എന്നായിരിക്കും കിട്ടുക. 108. അപ്പോൾ എന്താ ഈ 108 എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 108 ഡിഗ്രി ആണ്. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് ആംഗിളും സെയിം മെഷർമെൻ്റ് ആണ്, സെയിം മെഷറാണ്, ഒരേ ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 108നെ കറക്റ്റ് നമ്മൾ പകുതിയാക്കി ഡിവൈഡ് ചെയ്താൽ രണ്ടിനും ഒരേ അളവായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ 108നെ നേർ പകുതിയാക്കിയാൽ മതി. അപ്പോൾ ഇതേ 108നെ അല്ലേ, ഓക്കെ, ഇവിടെ കാണുന്ന ഈ 108നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എന്തായി? ആംഗിളായിട്ട് മാറും. 108നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരുക? 54 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 54 ഡിഗ്രി ഇല്ലേടാ? അപ്പോൾ നോക്കിക്കേ, ഇതിൽ ഒരു ആംഗിൾ 54 ആണ്, അതുപോലെ ഈ ആംഗിളും 54 ഡിഗ്രി ആയിരിക്കും. സെയിം മെഷറായില്ലേ? ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു സംശയം, ഇത് ചെയ്തതൊക്കെ തെറ്റിപ്പോയോ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടിയ ആൻസറില്ലേ, അത് ഈ 3 ആംഗിളും ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. ഈ 72ഉം 54 ആൻഡ് 54 ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. കൂട്ടിയാൽ ടോട്ടൽ എത്ര കിട്ടുന്നുണ്ടെങ്കിൽ 180 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? ശരിയായിരിക്കും. ഇനി ഒരു പക്ഷേ 180 അല്ല കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ എവിടെയോ നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് ശരിക്കും ട്രയാങ്കിളിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ പ്രോബ്ലംസിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ശരിക്കും നിങ്ങൾക്ക് ബാക്കി കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ ചെയ്യണം. അത് ഇതിൻ്റെ എന്തായിരിക്കും? ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും മക്കളിതാ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് തന്നെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പോവുക. അത് മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഉള്ളത്. എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം, മിസ് ഈ ഒരു ചോദ്യമോടൊന്ന് പറഞ്ഞു തരുമോ എന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ആയിട്ട് മിസ് എന്ത് ചെയ്യും? ഒരു ക്ലാസ്സിൽ വരും. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് തരാതെ പോകരുതല്ലോ. ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 3ാമത്തെ ആംഗിൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറും കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. അതുമാത്രമല്ല നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതൊക്കെ ആയിട്ട് കേട്ടോ, അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.